നാളെ സ്കൂളുകൾ തുറക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ രംഗമാകെ വലിയ തോതിൽ ശക്തിപ്പെട്ടു നിൽക്കുന്ന ഘട്ടമാണിത്. സ്കൂളിലെ അക്കാദമിക് മികവും വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. കുട്ടികളും രക്ഷിതാക്കളും നേരത്തെ പൊതുവിദ്യാലയങ്ങൾ ഉപേക്ഷിക്കുന്ന നിലയുണ്ടായിരുന്നു. 2016 5 ലക്ഷത്തോളം കുട്ടികൾ കൊഴിഞ്ഞുപോയതായിരുന്നു. 1000 സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ലിസ്റ്റിട്ടതാണ്. അവിടെയാണ് അതെല്ലാം പരിഹരിച്ച് മികവിലേക്ക് നമ്മൾ എത്തിയത്. 5 ലക്ഷം കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് 10 ലക്ഷം കുട്ടികൾ പുതുതായി വന്ന് ചേരുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് നാം കണ്ടു. നമ്മുടെ 2016 മുതൽ 2021 വരെയുള്ള കാലം പൊതുവിദ്യാഭ്യാസ മേഖലയുടെ തകർച്ച ഏറ്റവും വലിയ ഭീഷണിയായി നിൽക്കുന്നതുകൊണ്ട് അതിലായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. പക്ഷെ അന്നേ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. തുടർഭരണം 2021 ഉന്നത വിദ്യാഭ്യാസ മേഖല കൂടുതൽ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. എവിടെയെത്തിയിപ്പോ? നേരത്തെ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പട്ടികയെടുത്താൽ ആദ്യത്തെ 100-ൽ നമ്മൾ എവിടെയും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴോ പൊതു യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ 1 ഡസൻ, അതിൽ 3 കേരളത്തിൽ നിന്നുള്ളതാണ്. 9ാം സ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റി, 10ാം സ്ഥാനത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി, 11ാം സ്ഥാനത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റി, 43-ലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിൽക്കുന്നത്. ഇത് മാറ്റമല്ലേ? രാജ്യത്തെ ആദ്യത്തെ 100 കോളേജ്, അതിൽ 16 കോളേജ് കേരളത്തിൽ നിന്നുള്ളതാണ്. മാറ്റം ഇനിയും മാറും, ഇനിയും കൂടുതൽ ശക്തിപ്പെടും. എന്തുകൊണ്ടാണ് ഈ മാറ്റം വന്നത്? LDF 2021 തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചപ്പോ അതേ നയം ശക്തമായി തുടരാൻ കഴിഞ്ഞു. അതിലൂടെ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് നമ്മൾ കാണേണ്ടത്.